എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ അമ്മ എന്ന സത്യത്തെക്കുറിച്ചാണ്. നാം കാലത്തിൻ്റെ അടിത്തറയിൽ പോകും നിമിഷം വരയ്ക്കും നാം ഓർക്കുന്ന, നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു വാക്കാണ് അമ്മ. അമ്മ എന്ന ഓർമ്മ ഒരു വ്യക്തികൾക്കും ഏതൊരു സാഹചര്യത്തിലും മറക്കാൻ സാധിക്കുന്ന ഒന്നല്ല അമ്മ എന്ന ആ പവിത്ര പദം. നമുക്ക് ജന്മം കിട്ടി, നാം ഇന്ന് ഏത് സ്ഥിതിയിലാണോ ആ സ്ഥിതിയിൽ നാം എത്തിയത് നമ്മുടെ അമ്മയുടെ സ്നേഹാദരങ്ങളുടെ തണലിൽ നിന്ന് മാത്രമാണ്. എല്ലാവർക്കും അതറിയാം. നമ്മളെ സ്നേഹിച്ചും താലോലിച്ചും ഊട്ടിയും താരാട്ടുപാടിയും നമ്മെ നമ്മളായി മാറ്റിയ ആ സ്നേഹനിധിയെ മറക്കുന്നതായി ഇവിടെ ആരും ഉണ്ടാകില്ല. മറിച്ച് ഒരു ചിലർ ആ അമ്മയെ മറന്നവരുമുണ്ട്, മറന്ന് ജീവിക്കുന്നവരുമുണ്ട്. ഒരുപക്ഷേ അമ്മയുടെ കഷ്ടപ്പാടിലും അച്ഛൻ്റെ കഷ്ടപ്പാടിലുമൊക്കെ വളർന്ന് നല്ലൊരു പൊസിഷനിൽ എത്തിക്കഴിഞ്ഞാൽ അന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കൂലിപ്പണി ചെയ്യുന്ന അച്ഛനെയും വീട്ടിൽ പാത്രം കഴുകി ജീവിക്കുന്ന അമ്മയും കുറിച്ച് ഓർക്കുമ്പോൾ ചിലപ്പോൾ നാണം തോന്നിയേക്കാം. അത് മറച്ചു വച്ച് സാധിച്ചാൽ അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ അവർ താമസിക്കുന്ന വലിയ മന്ദിരത്തിൻ്റെ മുകളിൽ ഫ്രെയിം ചെയ്ത് ലൈറ്റും കുന്തിരിക്കയും പുകച്ച് മനുഷ്യൻ്റെ ഫ്രണ്ടിൽ ഇതായിരുന്നു എൻ്റെ അച്ഛൻ, ജീവിച്ചിരിക്കുന്ന അച്ഛനെയും അമ്മയും മരിച്ചുപോയ മാതാപിതാക്കളെന്ന് പറഞ്ഞ് മറ്റുള്ളവർ ഫ്രണ്ടിൽ എന്തോ നേടിയെന്നുള്ളൊരു ആശ്വാസം നീ കാണുന്ന ചില ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. നമ്മൾ ഓർക്കേണ്ടതാണ്. അവരെ നമുക്ക് ഏതിനോട് ഉപമിക്കാം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പല അമ്മമാരും തെരുവിൽ വലിച്ചെറിയപ്പെട്ടവരുണ്ട്, കടവീതികൾ അന്തി ഉറങ്ങുന്നവരുണ്ട്, അമ്പലങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്, ആതുരാശ്രമങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്, അനാഥാലയങ്ങളിൽ ജീവിക്കുന്നവരുണ്ട്. എല്ലാം തകർന്ന് മക്കളിൽ നിന്നും ഒറ്റപ്പെട്ട് ജീവിക്കുന്ന എത്രയോ ആൾക്കാരിന്നുണ്ടെന്ന് നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും. പത്രവാർത്തകളിൽ നിന്ന് ഇപ്പോഴും പലരും തന്തയും തള്ളിയൊക്കെ ഏതെങ്കിലും ഗവൺമെൻറ് ആശുപത്രിയിൽ കൊണ്ട് തള്ളി അവരവിടെ നിന്ന് അപ്രത്യക്ഷരാകുകയാണ്. അങ്ങനെ ഒത്തിരി കേസുകൾ നാം അനുദിനം വായിക്കുന്നുണ്ട് പത്രങ്ങളിൽ. ഇത് കേരളത്തിൽ നടക്കുന്നു എന്നറിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ സാധിക്കില്ല. എന്നാൽ ഇത് യാഥാർത്ഥ്യമായി നടക്കുന്ന കാര്യങ്ങളാണ്. സോ പ്രിയപ്പെട്ടവരോട് പറയാൻ ഒന്നേ ഉള്ളൂ, ഈ വീഡിയോ വീക്ഷിക്കുന്ന യാതൊരു പ്രേക്ഷകരും ഈ ഗണത്തിൽ പെട്ടിട്ടുള്ളവർ അല്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആകരുതെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാമായി തന്ന അവർക്ക് സ്വന്തം വിശപ്പിനെ പോലും അടക്കി പിടിച്ച് ഉള്ള അത് കഞ്ഞിയാണെങ്കിലും കുട്ടികൾക്ക് വായിലൊഴിച്ചു കൊടുത്ത് അവരെ ജീവിപ്പിച്ച മുലയൂട്ടിയ ആ മുലയൂട്ടിന് പോലും സാധിക്കാതെ, അതിനുള്ള പോഷകാഹാരമില്ലാതെ മുലയൂട്ട പോലും സാധിക്കാതെ ആ കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി മുലയൂട്ടാൻ ശ്രമിക്കുന്ന അമ്മയുടെ വേദന ആരറിയുന്നു? ആ കുഞ്ഞുങ്ങൾക്കറിയില്ല. എന്നാൽ ആ കുഞ്ഞുങ്ങളറിയും. അവർ വളർന്ന് വലുതാകുമ്പോൾ ഒരിക്കലും അവരുടെ ഓർമ്മകൾ അവരുടെ മനസ്സിൽ നിന്ന് മായുകയില്ല. ഇനി ഏത് സമ്മർദ്ദങ്ങൾ ഇതായിരുന്നാലും ചെറുപ്പകാലത്തിൽ അവർക്കുണ്ടായ അനുഭവങ്ങൾ, അവരുടെ മാതാപിതാക്കളിൽ നിന്നും ഉണ്ടായ അനുഭവങ്ങൾ, സഹോദരങ്ങളിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ, അമ്മാവൻ, അമ്മായി, ബന്ധുജനങ്ങൾ, സുഹൃത്തുക്കളൊക്കെ ആരിൽ നിന്നും എന്തനുഭവം ഉണ്ടായിരുന്നാലും അത്
മറക്കാത്ത സംഭവമാണെങ്കിൽ അതെന്നും അവരുടെ മനസ്സിൽ ഉണ്ടാകും. ആരാലും അത് മാറ്റാൻ പറ്റില്ല. അങ്ങനെ ആരൊക്കെ ഓർക്കുന്നോ, ഇന്നലകളെക്കുറിച്ച് ഓർക്കുന്നോ, ഇന്നലകൾ എങ്ങനെയായിരുന്നു, ഇന്നത്തെ സാഹചര്യം എന്നായിരുന്നു, അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ കടന്ന് അത് അറിഞ്ഞ് ജീവിക്കുന്ന ഒരു വ്യക്തികൾ പോലും മാനസികമായി അവർ ദുഃഖിക്കില്ല, അവർ സന്തോഷിക്കത്തുള്ളൂ. ഒരു പക്ഷേ അവർക്ക് വലിയ ബാങ്ക് ബാലൻസ് കാണത്തില്ല, പക്ഷേ എങ്കിലും അവർക്കുണ്ടാകുന്ന സന്തോഷം ഒരു കോടീശ്വരനും ഉണ്ടാവില്ല, ഒരു ബിസിനസ്സുകാരനും ഉണ്ടാവില്ല, ഏത് പ്രഗത്ഭ വ്യക്തിയാലും ഉണ്ടാവില്ല. ബട്ട് മാതാപിതാക്കളെ ശരിക്കും ഓർക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ ജീവിച്ചിട്ടില്ലെങ്കിൽ അവരെക്കുറിച്ച്, ആത്മാക്കളെക്കുറിച്ച് ഓർക്കുകയും അവർക്ക് വേണ്ട ശവമോക്ഷത്തിനായി വേണ്ട എന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന അവർ ഒരിക്കലും മാനസികമായി പതറിപ്പോവില്ല, അവർ തകരില്ല. സോ മാന്യ സുഹൃത്തുക്കളോടും ഈ വീഡിയോ വീക്ഷിക്കുന്നവരോടും ഒന്ന് പറയുന്നു, നിങ്ങളുടെ പഴയകാല ഓർമ്മകളെ ഒരിക്കലും വിസ്മരിക്കപ്പെടരുത്. നിങ്ങളെ എല്ലാമാക്കിയ നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളെന്നും സ്മരിക്കുക തന്നെ വേണം. അവരിന്ന് നിങ്ങളോടൊപ്പം ഇല്ലെങ്കിൽ, ഒരുപക്ഷെ അവർ മരണപ്പെട്ടെങ്കിൽ തന്നെയും അവരുടെ ഓർമ്മകളും അവർക്ക് വേണ്ടത് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ മൺമറിഞ്ഞു പോയെങ്കിൽ, ഇന്ന് നിങ്ങൾക്ക് ആർക്കും എന്തെങ്കിലും സഹായിക്കാൻ ചെയ്യുന്നതാണെങ്കിൽ, അതിനുള്ള കഴിവുണ്ടെങ്കിൽ, അങ്ങനെ പ്രായാധിക്യത്തിൽ കഷ്ടപ്പെട്ട് കഴിയുന്ന ഏതെങ്കിലും ആതുരാശ്രമങ്ങൾ തേടിയെത്തുക. നിങ്ങളെ കൊണ്ട് സഹായിക്കുന്ന ഒരു വിഹിതം അവിടെ ഉള്ള അന്തേവാസികൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. നിങ്ങൾ ധന്യരാകും. നിങ്ങളുടെ പേരൻസിന് എന്തെങ്കിലും ചെയ്തു തീർക്കാൻ ആഗ്രഹിച്ചിരുന്നപ്പോൾ അതിനുള്ള ശക്തിയും അതിനുള്ള കഴിവും നിങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നിരിക്കില്ല. എന്നാൽ ഇന്ന് നിങ്ങളുടെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരെ നല്ല രീതിയിൽ സംരക്ഷിക്കാനുള്ളൊരു സാഹചര്യം ഈശ്വരൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ബട്ട് അത് ആ പേരൻസിന്, നിങ്ങളുടെ സ്വന്തം പേരൻസിനുള്ള സഹായം നിങ്ങളിൽ നിന്ന് ലഭിക്കാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഒത്തിരി പ്രായാക്യത്തിൽ കഴിയുന്ന, ഒത്തിരി വൃദ്ധസദനങ്ങളിൽ കഴിയുന്നവരുണ്ട്. അവരിലേക്ക് എത്തുക. നിങ്ങളെക്കൊണ്ട് സാധിക്കുന്ന സഹായധനങ്ങൾ അവർക്കായി കൊടുക്കുക. അതിലും കാണും നിങ്ങൾക്കൊരു സുഖം. എന്തും എത്ര പദവിയിലെത്തിയാലും അമ്മയുടെ ഓർമ്മകളെന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നവരുണ്ടോ അവരെപ്പോഴും ധന്യരായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു ഓർമ്മപ്പെടുത്തൽ എല്ലാവർക്കും വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. ഈ അമ്മയെക്കുറിച്ച് ഓർക്കുക, എപ്പോഴും ഓർക്കുക. നിങ്ങൾ ഏത് പ്രവർത്തനത്തിൽ പോയാലും അത് മനസ്സിൽ അമ്മ എന്നുള്ളൊരു ഒരു വാക്ക് മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ ഏത് പ്രവൃത്തികൾക്ക് പോയാലും അതൊരു സൽക്കർമ്മമായി തന്നെ മാറും. നേരായ രീതിയിൽ നിങ്ങൾ നയിക്കപ്പെടും. അത് ഈശ്വരൻ എപ്പോഴും നിങ്ങളുടെ മേളിൽ കരുണയും ഉണ്ടാകും. ഈശ്വരൻ്റെ ഒരു വീക്ഷണവും നിങ്ങളിലുണ്ടാകും. നിങ്ങൾ സുരക്ഷിതരായിരിക്കും. നിങ്ങൾ മനസ്സുകൊണ്ട് സമ്പന്നരായിരിക്കും, സമാധാനമുള്ളവരായിരിക്കും. എല്ലാവർക്കും ഇതൊരു അറിവിന് വേണ്ടി ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.